ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള ഒരു അടിപൊളി വിഭവമാണ്. നമുക്ക് വീട്ടിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുകൂടുമ്പോൾ എല്ലാവർക്കും ചേർന്നിരുന്ന് സ്വറയെല്ലാം പറഞ്ഞ് സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ആദ്യം ഇതിൻ്റെ തോടെല്ലാം കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. കപ്പ തോട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു നാരുണ്ട്, ഇതങ്ങ് മാറ്റണം. നമുക്ക് ഇതെല്ലാം ഒന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കാം. കപ്പ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി മറ്റൊരു പാത്രത്തിലോട്ട് വേവിക്കാൻ വയ്ക്കണം. അടുപ്പ് കത്തിക്കാം. അടുപ്പിലോട്ട് ഈ കപ്പയുടെ മേലെ വെള്ളം നിൽക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇത് ഒന്ന് തിളപ്പിക്കാം. ആദ്യം ഇത് നമ്മുടെ കപ്പ ബോയിൽ ചെയ്യാൻ വെച്ചത് ഒരു പ്രാവശ്യത്തെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിതിനെ വടിച്ച് ഈ വെള്ളം ഒന്ന് വാർത്തെടുക്കാം. ഒരു വെള്ളം വാർത്ത് കളഞ്ഞു. ഇനി ഒരിക്കൽ കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചൊന്ന് വടിച്ചെടുക്കാം. രണ്ടാമത്തെ വെള്ളവും തിളച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം ഇത് തിളച്ച് ഇത് നമുക്കിനി ഒന്ന് വാർത്തെടുക്കാം. നമ്മുടെ കപ്പ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ, പുളി, 2-3 സവാള, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, പിന്നെ പച്ചമുളക്. ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ പുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിടാം, ഒരല്പം മതിയേ. സവാള കട്ട് ചെയ്തെടുത്ത് ചെറുതായിട്ട്. ഇനി നമുക്ക് അതിലോട്ട് ഇത് ഈ മുളക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർക്കണം. പുളിയെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും. ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കണം. പുളിപ്പ് എത്ര വേണം അതനുസരിച്ച് ഒഴിക്കണം. അതിനുശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ഇതിലോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് റൈസ് ബ്രാൻ ഓയിലാണ് ഇതിൽ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലോട്ട് അല്പം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന്. ഇത് നല്ലവണ്ണം കൈകൊണ്ട് ഇങ്ങനെ ഞവടണം. ഉപ്പുണ്ടാകും കേട്ടെ. ആവശ്യത്തിന് ഉപ്പെല്ലാം ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ടേ. ഇതിവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് കത്തിക്കാം. കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഇത് വൈറ്റ് കടുകാണ്, വൈറ്റ് മസ്റ്റാർഡാണ്. വൈറ്റ് അല്ല, യെല്ലോ മസ്റ്റാർഡ്. വെറുതെ എങ്ങനെ ക്യാൻറ്റീനിൽ പോയപ്പോൾ കണ്ടു വാങ്ങി
ഇപ്പോൾ കടുക് തീർന്നപ്പോൾ അതെടുത്ത് ഉപയോഗിക്കുന്നു. കടുക് പൊട്ടി തുടങ്ങി. നമുക്കിനി ഇതിലോട്ട് ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വെച്ചിരിക്കുന്ന ഈ സൂത്രം ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും ചേർന്ന് കഴിക്കാം. ഇത് നിങ്ങളെല്ലാം ഉണ്ടാക്കാൻ മറക്കാതെ ഇത് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കണം. എല്ലാവരും ചേർന്ന് ഇത് കഴിക്കണം. നല്ല അടിപൊളി ഒരു ഡിഷാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.